അതിന് ഈ വീട്ടിലെവിടെയാ കുഞ്ഞുങ്ങള്? പിന്നെ ഞങ്ങളൊക്കെ അച്ഛന്റെ കുഞ്ഞുങ്ങളല്ലേ? ശരത്താണല്ലോ. ആ എന്താടാ? ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ദേവി ചേച്ചിക്ക് സുഖമില്ല. ദേവൻ എന്ത് പറ്റി? ഞാനും അമ്മയും വീട്ടിലെത്തിയപ്പോ ചേച്ചി ആകെ തളർന്നു കിടക്കുമായിരുന്നു. ഈശ്വരാ, വിളിച്ചിട്ടൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല, ബോധമില്ലായിരുന്നു. ഞാനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈശ്വരാ, എന്റെ ദേവന് എന്താ പറ്റി? എടാ, എന്നിട്ടിപ്പോ അവക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് ഹോസ്പിറ്റലാ? ഇവിടെ സിറ്റി ഹോസ്പിറ്റലാ. ആ ശരി. അച്ഛാ, ദേവ് ഹോസ്പിറ്റലിലാ. അയ്യോ, അവക്കെന്താ പറ്റി? അറിയില്ല അച്ഛാ, ബോധമില്ല, വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലെന്നൊക്കെ പറയുന്നത്. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. ഞാനേ സച്ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ആ പറയൂ രവതി. സച്ചേട്ടാ, ദേവുവിന് സുഖമില്ല, അവള് ഹോസ്പിറ്റലിലാ ഉള്ളത്. ദേവനെന്തു പറ്റി? എനിക്കറിയില്ല, വീട്ടില് ബോധമില്ലാണ്ട് കിടക്കായിരുന്നു, വിളിച്ചിട്ടും മിണ്ടുന്നില്ലെന്നാ പറയുന്നത്. നീ ടെൻഷൻ ആവാതെ, ഞാൻ മാനേജറെ കണ്ടു. നാളെ ജോലിക്ക് അറിയാൻ മതി. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഞാനും വരാം. നീ ജംഗ്ഷനിൽ നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ശരി, പെട്ടെന്ന് വരണേ. അച്ഛാ, സച്ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഞാനും വരാം. വേണ്ട അച്ഛാ, അവക്കൊന്നും പറ്റാണ്ടിരുന്നാ മതിയായിരുന്നു. ഞാൻ പോയിട്ട് വരാം അച്ഛാ. ശരി. ആ മിടുക്കി, കണ്ണു തുറന്നല്ലോ. ബ്ലഡ് സാമ്പിൾ എടുത്തോ? എടുത്തു ഡോക്ടർ. ഇഞ്ചക്ഷൻ കൊടുത്തോ? കൊടുത്തു ഡോക്ടർ. ഡോക്ടർ, എന്താ ദേവുന് പറ്റിയത്? കൊണ്ടുവന്നപ്പോ അമ്മ പറഞ്ഞിരുന്നു, ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായെന്ന്. അത് തന്നെ ആവണം. ഫുഡ് കഴിക്കാത്തതിനാൽ പ്രഷർ കുറഞ്ഞു പോയി, പിന്നെ നല്ല സ്ട്രെസ്സും ഉണ്ട്. റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? സ്ട്രെസ്സിന് എന്താ കാരണം? വീട്ടിലോ ജോലി സ്ഥലത്തോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്താ മറുപടി പറയാത്തത്? വേറൊന്നുമില്ല ഡോക്ടർ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി, അത് പരിഹരിക്കാൻ നോക്കണം. അല്ലാതെ പട്ടിണി കിടക്കുകയല്ല വേണ്ടത്. ഈ മെഡിസിൻ വാങ്ങിയിട്ട് വരണം. മെഡിസിൻ ഞാൻ വാങ്ങിച്ചോളാം. മെഡിസിൻ ഞാൻ വാങ്ങിച്ചോളാം. ഇഞ്ചക്ഷൻ കൊടുത്താലേ കുറച്ചു നേരം മയങ്ങും, പേടിക്കണ്ട. അവനെ ആരാ വിളിച്ചു വരുത്തിയത്? അമ്മ എന്തിനാ ചേച്ചിയെ നോക്കുന്നേ? ബോധമില്ലാത്ത ചേച്ചി എങ്ങനെ അറിയിക്കാനാ? അദ്ദേഹം എങ്ങനെയെങ്കിലും അറിഞ്ഞു വന്നതാവും. സച്ചേട്ടൻ രേവതി ചേച്ചിയും വരുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ട പ്രശ്നമാവോ? സച്ചേട്ടാ, ദേവു, മോളെ ദേവു. എന്താടാ അമ്മ, എന്താ ഇത്? ഇത്ര നേരമായിട്ട് ബോധം വന്നില്ലേ? എടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ബോധം വന്നു ചേച്ചി, ഉണർന്നിരുന്നു. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അതിന്റെ സെഡേഷനില്ല, മയങ്ങ. ദേവുന് എന്താ പറ്റിയേ?
ഞങ്ങള് വീട്ടിലേക്ക് വരുമ്പോ ഇവള് മുറിയില് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. വിളിച്ചിട്ട് കണ്ണു തുറന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. അല്ല ഡോക്ടർ വേറെന്താ പറഞ്ഞേ? 3-4 ദിവസമായി ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട്. BP വളരെ കുറഞ്ഞുപോയി. അതാ ഇങ്ങനെ സംഭവിച്ചെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ നല്ല സ്ട്രെസ്സും ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വരാനുണ്ട്. അത് നോക്കിയിട്ട് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും പറഞ്ഞു. മോളെ ദേവു, മോളെ വിളിക്കണ്ട, അവള് നല്ല മയക്കത്തിലാ. ഇവളെങ്ങനെ കാണുമ്പോ വിഷമം തോന്നാ. കുറച്ചു നാളായി ആളാകെ മാറിയതുപോലെയാ. ഒന്നിലും ശ്രദ്ധയില്ല. ഭക്ഷണവും ഉറക്കം ഒന്നുമില്ല. ഇവളെ വീട്ടിൽ ഞാൻ തനിയെ വിട്ടിട്ട് പോകരുതായിരുന്നു. കരയണ്ടമ്മേ, നമുക്ക് അവളെ ശരിയാക്കി എടുക്കാം. ആന്റി, ദ മെഡിസിൻ. ഇവനെന്താ ഇവിടെ? ഇവനെ ആരെയും കൂടെ വിളിച്ചു കൊടുത്തേ? സച്ചേട്ടാ, നാളെ വെക്കാതെ, ഇത് ഹോസ്പിറ്റലാ. ആരും വിളിച്ചു വരുത്തിയല്ല, അദ്ദേഹമായിട്ട് വന്നതാ. നീ ഞങ്ങളുടെ ആരുമല്ല. എന്റെ കുടുംബത്തിന് നീയായിട്ടൊരു ബന്ധവുമില്ല. നീ പിന്നെ എന്തിനാ വലിഞ്ഞേറി വന്നേ? സച്ചേട്ടാ പതുക്കെ, ഒച്ച വയ്ക്കല്ലേന്ന്. ചേർത്തേ, ഇവനോട് പോകാൻ പറ. ഞാൻ എന്തിനു പോണം? ഞാൻ ദേവുനെ കാണാൻ വന്നതാ. കണ്ടോമാരൊക്കെ എന്തിനാ ഇവിടെ കാണാൻ വരുന്നേ? ഇറങ്ങി പോടോ. ഞാൻ കണ്ടവനൊന്നുമല്ല. ഞങ്ങളെ കല്യാണം കഴിക്കാനിരിക്കുന്നവരാ. അത് നിനക്ക് കല്യാണം കഴിച്ച് തരുന്നില്ലെങ്കിലോ? നിഷ്കളങ്കയായി ഒന്നും അറിയാത്ത പെണ്ണിനെ പുറകെ നടന്ന് വലയിലാക്കായിരുന്നില്ലേ? നീ അവളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. സച്ചേട്ടാ, അയ്യോ, ഇവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ല, നീയാ. എന്നോടുള്ള ദേഷ്യം കാരണം നീ കല്യാണത്തിന് തടസ്സം നിന്നിട്ടാ. ഇവളുടെ സന്തോഷമല്ല നിനക്ക് വലുത് നിന്റെ വാശിയാ. എന്റെ അടുത്ത് നിനക്ക് ജയിക്കണം. അതിനുവേണ്ടി നീ ഈ പാവത്തിനെ ബലിയിടാക്കുക. ഇവളിങ്ങനെ കിടക്കുന്നതിന് കാരണം നീ തന്നെയാ. ഓ, അപ്പൊ കുറ്റം മുഴുവൻ എനിക്കായല്ലേ? എന്റെ വാശിയല്ല, ഇവളുടെ ജീവിതം എനിക്ക് വലുത്. ഓ, അതുകൊണ്ടാ നിന്നെ പോലെ ഒരുത്തനെ കെട്ടിച്ചേരാത്ത. ഇവൾ എന്റെ വീട്ടിലെ പെണ്ണ, എന്റെ അനിയത്തി. ഇവിടെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാനും അമ്മയും കൂടെ തീരുമാനിക്കും. നീ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ശ്ശോ, എന്താ സച്ചേട്ടാ ഇത്? ദേ, ആൾക്കാരൊക്കെ കേക്കും. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കാരണം അത്രേ ഇവിടെ ഈ അവസ്ഥയിലായത്. അവൾ ഉണ്ണാതെ ഉറങ്ങാതിരിക്കാൻ കാരണം ദേ ഇവനാ. നീ ഞങ്ങളെ പിരിക്കാൻ നോക്കി. ആ വിഷമത്തിൽ ഇവളിങ്ങനെ ആയത്. ദേ വേണ്ട, കൂടുതൽ സംസാരിക്കാതെ പോകുന്നതാ നല്ലത്. പോയില്ലെങ്കിൽ നീ എന്തിയോടാ? സച്ചേട്ടാ വിട്. സച്ചേട്ടാ വിടാൻ. ഇതെന്താ കാണിക്കുന്നെ? സച്ചേട്ടാ വിട്. സച്ചേട്ടാ പ്ലീസ് പറയുന്ന കേക്ക്. സച്ചേട്ടാ, സച്ചേട്ടാ പ്ലീസ് നീ പറയുന്ന വേണ്ട. കേക്ക്. സച്ചേട്ടാ, ഇത് ആശുപത്രി വേണ്ട സച്ചേട്ടാ. വെക്കല്ലേ? എന്താ ഇത്? ഇതൊരു ഹോസ്പിറ്റലാണ്, പുറത്തു പോണം. സച്ചേട്ടാ വന്ന ഇങ്ങോട്ട് വരാൻ. നടക്ക്. സച്ചി, വന്നേ. എന്താ നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നേ? എന്റെ അനിയത്തി എവിടെ വയ്യാണ്ട് കിടക്ക. ആ ഒരു ബോധമുണ്ടോ നിങ്ങക്ക്? നിങ്ങക്ക് രണ്ടുപേർക്കും വഴക്കിടണമെങ്കിൽ പുറത്തു പോയി വഴക്കിടണം. ഞാനാണ് തുടങ്ങി വെച്ചേ. ഇവനിവിടേക്ക് വന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? നീ ഇവനോട് ചോദിക്കാതെ എന്നോട് നിന്നെ ദേഷ്യപ്പെടുന്നേ. ഇവനോട് നിൽക്കട്ടെ, ഞാൻ പോയേക്കാം. സച്ചേട്ടാ, സച്ചി, നോക്കരുൺ, ഈ പ്രശ്നങ്ങളൊക്കെ നീ കാരണോ? ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞതാ, സച്ചിയുടെ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ലെന്ന്. പിന്നെ എന്തിനാ വീണ്ടും അവളുടെ പുറകെ വരുന്നത്?
ഉപദ്രവിക്കരുത്. അരുൺ പോ. ശ്രീകാന്ത് എന്തിനാ എന്നെ പിടിച്ച് മടിയിൽ കിടത്തിയേ? സ്നേഹമുള്ളതുകൊണ്ട്. അല്ല, എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? നീ വേറെ എന്തെങ്കിലും ചോദിക്കേ. വേറെ ഞാനെന്ത് ചോദിക്കാനാ? എങ്കിലേ ഒരു മ്യൂസിക് വെക്ക, അത് കേട്ടോണ്ടിരിക്കാലോ. നീ ആയിട്ടത് പറഞ്ഞല്ലോ. ഈ സമയത്ത് മ്യൂസിക് കേൾക്കണം, അത് വളരെ നല്ലതാ. വാ വാ നോക്കി, എന്തൊരു സ്നേഹോ രണ്ടുപേരും. എനിക്ക് നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നത്. ശ്രീകാന്തേ, ആ ഫോണിക്ക് തന്നെ. ഫോൺ തരാൻ. അയ്യോ, നീ എന്തിനാ ഓഫ് ചെയ്തേ? എനിക്കിത് ഇഷ്ടമല്ല. എന്നാ നിനക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം വെക്കേ. ഇതാണോ നിനക്ക് ഇഷ്ടമുള്ള മ്യൂസിക്? അതെ. എന്താ, ഇത് നല്ല മ്യൂസിക് അല്ലേ? നല്ല മ്യൂസിക് ഒക്കെ തന്നെയാണ്, പക്ഷെ ഈ സമയത്ത് ഇത് കേൾക്കാൻ പാടില്ല. എന്നാ ആര് പറഞ്ഞു? ഈ മ്യൂസിക് കേട്ടാലേ പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സ്വഭാവം ദാ ഇതുപോലെ ആയിരിക്കും. ഒരുമാതിരി പൊട്ടിത്തെറിച്ച സ്വഭാവം. ഫോണിങ്ങനെ നീ എന്തിനാ ഞാൻ വെച്ച മ്യൂസിക് ഓഫ് ചെയ്തേ? നീ ഈ മ്യൂസിക് കേക്ക്, എത്ര മനോഹരം. ഈ മ്യൂസിക് കേട്ടാലേ നമ്മുടെ കുഞ്ഞ് വളരെ സൗമ്യനായിരിക്കും, ശാന്ത സ്വഭാവക്കാരനായിരിക്കും. ആഹാ. ദേ ശ്രീകാന്തെ, കളിക്കല്ലേ. ഇങ്ങോട്ട് താ. വർഷം എന്താ ഇവരിങ്ങനെ കയ്യാങ്കളിലെത്തോ? സാധ്യതയുണ്ട്. എന്നാലേ ഞാൻ മുറിയിൽ പോയിരുന്ന എനിക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേട്ടോളാം. പിന്നെ നിന്നെ അത് കേൾക്കാൻ ഞാൻ വിട്ടിട്ട് വേണ്ടടി. എന്റെ അടുത്ത കളി. രണ്ടുപേർക്കും കുട്ടികളി ഇനിയും മാറിയിട്ടില്ല. ഇനി ഇവർക്ക് പിറക്കുന്ന കുഞ്ഞിന്റെ കാര്യം എന്താവോ? നീ ഗുളിക കഴിച്ചേ. എന്തിനാ ഇതൊക്കെ കഴിക്കുന്നേ? മടുത്തു എനിക്ക്. കഴിച്ചേ പറ്റുള്ളൂ. നിന്റെ ആരോഗ്യം നോക്കണ്ടേ? കഴിക്കേ. എല്ലാത്തിനും കാരണം നീയ. എത്ര സമാധാനത്തോടെ സന്തോഷത്തോടെയും പോയതായിരുന്നു. കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞില്ലേ? അമ്മ ഒന്നും ഉണ്ടായിരിക്കും. ഒരാളെ ഇഷ്ടപ്പെടുന്ന കുറ്റമാണോ? ഇക്കാര്യത്തിലേ നമ്മളാ കുറ്റക്കാര്. അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടിയിരുന്നെ, അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ല. എനിക്ക് പേടിയാവുക. നീ കണ്ടതല്ലേ എല്ലാം. ശത്രുക്കളെ പോലെയാ പരസ്പര ബോധമില്ലാതെ അവരെ ഏറ്റുമുട്ടിയത്. ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും.
അമ്മ പെട്ടെന്ന് അരുണിനെ ഇവിടെ കണ്ടപ്പോ സച്ചേട്ടന് ദേഷ്യം വന്നതാ. അദ്ദേഹത്തിനുള്ളിലൊന്ന് വെച്ച് പുറത്തൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല. പ്രതികരിക്കാൻ തോന്നിയ പ്രതികരിക്കും, തല്ലാൻ തോന്നിയ തല്ലും. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ വെട്ടാനും കൊല്ലാനൊന്നും പോവില്ല. എന്തായാലും അവര് തമ്മിലുള്ള പ്രശ്നം തുടങ്ങി വെച്ചത് അരുണേട്ടനാ. സച്ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അരുണേട്ടനെ പരിചയപ്പെട്ടിട്ട് കുറെ നാളായി. അദ്ദേഹത്തിൽ ഒരു കുറ്റവും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കല്യാണം വേണ്ടാന്ന് പറഞ്ഞ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോഴാ. അദ്ദേഹം നല്ലവനാ അമ്മേ. തെറ്റിദ്ധാരണയുടെ പുറത്താ അദ്ദേഹത്തെക്കുറിച്ച് ചിലരൊക്കെ മോശം പറയുന്നേ. ആര് നല്ലവൻ ആര് മോശം എന്നല്ല ഇപ്പോഴത്തെ വിഷയം. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? രേവതിയോട് ദേഷ്യപ്പെട്ടിട്ടാ സച്ചി പോയത്. അരുണിനെ നമ്മളെ വിളിച്ചു വരുത്തിയെന്ന് അവൻ കരുതിയിരിക്കുന്നത്. മോളെ, ഇനി ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടാവോ? എന്ത് പ്രശ്നം അമ്മേ? അമ്മ എന്തിനു വെറുതെ ഇങ്ങനെ പേടിക്കുന്നേ? ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും നീ അവനെ തന്നെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തിയല്ലോടി. വേറെ ആരെയും കിട്ടിയില്ലേ നിനക്ക്? അമ്മയൊന്നും മിണ്ടാണ്ടിരുന്നേ. അവൾക്ക് കുറച്ച് സമാധാനം കൊടുക്ക്. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നീ പറഞ്ഞത് ശരിയാ. ഈ പ്രായത്തില് ഇങ്ങനൊരു മാനസികാവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ എന്റെ അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിച്ചു തന്ന ആളെ തന്നെയാ കല്യാണം കഴിച്ചത്. ഇവളേക്ക് എന്താ വേണ്ടെന്നറിയോ? എന്റെ അമ്മേ, അവക്ക് സുഖമില്ലാതിരിക്കല്ലേ? എന്തിനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? പേടി കൊണ്ടാ മോളെ. അച്ഛനില്ലാത്ത വീട്, ആകെയുള്ളൊരു തുണ സച്ചിയ. ഈ കാരണം കൊണ്ട് നമ്മുടെ കുടുംബമായിട്ട് അവൻ അകന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കാരണം കൊണ്ട് നമ്മുടെ കുടുംബമായിട്ട് അവൻ അകന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ. സച്ചേട്ടൻ ഇന്നും നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണും. ആ പേടിയൊന്നും അമ്മയ്ക്ക് വേണ്ട. ദേവു, നീ എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട. നിന്റെ ആഗ്രഹം നടക്കും. കുറച്ച് കാത്തിരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അമ്മ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എന്നാ വീട്ടിൽ പോവാ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഇറങ്ങാണേ. ആ അമ്മേ, പിന്നെ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞവളെ വിഷമിപ്പിക്കല്ലേ. ശരത്തെ, നീ നോക്കണം കേട്ടോ. പോയിട്ട് വരാം മോളെ. എന്നിട്ട് സഹിക്കാൻ വയ്യ. ഈ പൂക്കാരി എവിടെ പോയി കിടക്കുക? എവിടെ കറങ്ങാൻ പോയതാടി? നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വെച്ചുണ്ടാക്കോ? ഇവിടെ വിശന്നിട്ട് വയ്യ. എന്റെ അമ്മേ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത്. അടുക്കള കയറി നോക്കിക്കൂടെ? അതിനു പോലും മടിയാണോ? തർക്കുത്തരം പറയുന്നോടി അഹങ്കാരി. പോകുമ്പോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നിനക്ക് പറഞ്ഞിട്ട് പോയാലെന്താ? അല്ലെങ്കിൽ അതെടുത്ത് ആ മേശമേലെ അടച്ചു വെച്ചൂടെ? അപ്പൊ പിന്നെ എനിക്കത് കാണാൻ പറ്റുമല്ലോ. ചന്ദ്രേ, നിനക്ക് വേണമെങ്കിൽ അതോട്ട് എടുത്ത് കഴിക്കേ. അവളെ കറങ്ങാൻ പോയൊന്നുമല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാ. ഹോസ്പിറ്റലിൽ പോവാനോ? അതിന് ഇവളെ കണ്ടിട്ട് ഇവൾക്ക് അസുഖമുള്ള പോലെയൊന്നും തോന്നുന്നില്ലല്ലോ. അവക്കല്ല അസുഖം, അവളുടെ അനിയത്തി ദേവുന. ഇവള് അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാ. മോളെ, ദേവുന എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ സുഖമുണ്ട് അച്ഛാ. നാളെ ഡിസ്ചാർജ് ചെയ്യും. അല്ല, എന്താ അവൾക്ക് അസുഖം? അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. ഇവളുടെ വീട്ടുകാരുടെ കഥ ആർക്ക് കേൾക്കണം? മോളെ, ദേവു ഹോസ്പിറ്റലായ കാര്യം ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓരോന്നോരം ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ വെറുതെ? അല്ല,
മോളെ ദേവുന് ശരിക്കും എന്താ പറ്റി? അവള് നേരവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. അത് തന്നെയാ പ്രശ്നം. പ്രഷർ കുറഞ്ഞു, ബോധം പോയി. അവൾ ആഗ്രഹിച്ച ചെറുക്കനെ കല്യാണം കഴിക്കാൻ കഴിയാത്തതില്ല. അവളിപ്പോ നേരവണ്ണം ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഒത്തിരി വിഷമത്തിലാ അവള്. അവളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവാ. അവളുടെയും ആ പോലീസുകാരന്റെയും കല്യാണത്തിന്റെ കാര്യത്തിനൊരു തീരുമാനമായില്ലല്ലേ? ഇല്ലച്ചാ, സച്ചേട്ടൻ സമ്മതിക്കുന്നില്ല. അതാ പ്രശ്നം. സച്ചേട്ടന്റെ സമ്മതം ഇല്ലാതെ കല്യാണം നടക്കില്ലെന്നാ അമ്മ പറയുന്നത്. സച്ചേട്ടനാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. ഇവനെന്താ പറ്റി? ഇവനതങ്ങ് സമ്മതിച്ചാൽ എന്താ വരിക? അച്ഛാ, ഞാൻ കുറെ വട്ടം പറഞ്ഞു നോക്കി, പക്ഷെ കേൾക്കുന്നില്ല. സച്ചേട്ടന് സച്ചേട്ടൻ്റെതായിട്ടുള്ള കുറെ കാരണങ്ങളുണ്ട്. എന്തായാലും സച്ചി വരട്ടെ, ഞാൻ അവനോട് കാര്യം സംസാരിച്ച് നോക്കാം. അവക്ക് അവനെ ഇഷ്ടാ. അവര് കല്യാണം കഴിക്കട്ടെ. ബാക്കിയൊക്കെ വിധി പോലെ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കണ്ട. ആലോചിക്കണം, ഞാൻ ആലോചിക്കും. കാരണേ അവിടെ എന്റെ അനിയത്തിയാ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. എന്നാലും അമ്മ പറയാ, നീ അവളെ മറക്കുന്നതാണ് നല്ലത്. പറ്റില്ലമ്മേ, അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.